നമ്മുടെ കുഞ്ഞു ഷോപ്പിന്റെ 4ാമത്തെ ദിവസമാണ്. ഇന്ന് എന്റെ ഷോപ്പ് ക്ലോസ് ആയിരുന്നു. ഒരുപാട് പേര് എന്റെ വീഡിയോ ഇന്നലെ കണ്ടിട്ട് ഇന്ന് വന്നായിരുന്നു. 10 പേരാണ് എന്റെ ഷോപ്പിൽ വന്നത്. എനിക്ക് ഒരുപാട് പേര് വന്ന പോലത്തെ ഒരു ഫീലാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. രാവിലെ ഒരു 6:45 എണീച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിച്ച ശേഷം ഒരു കുളിയും പാസ്സാക്കി നമ്മൾ യൂണിഫോം എടുത്തിട്ട് പുറത്തെ ഹോട്ടലിൽ ഷെഫായിട്ട് നിന്ന സമയത്ത് ഞാൻ മീശ ഷേവ് ചെയ്യുമായിരുന്നു. അങ്ങനെ അതേ ലുക്കിൽ തന്നെ ഞാൻ കോളേജിൽ പോയത് വേറെ ഒന്നുമല്ല, നമുക്ക് ചെറിയൊരു വൈവർ എക്സാം ഉണ്ടായിരുന്നു. പുറത്ത് ജോലിയുന്ന സമയത്ത് വാറിന്റെ പ്രശ്നങ്ങളും പല്ലിന്റെ പ്രശ്നങ്ങളൊക്കെ എല്ലാം കൊണ്ടാണ് ഞാൻ തിരിച്ചിവിടെ വെക്കേഷൻ വന്നേ. നമുക്കൊരു വൈവർ എക്സാം ഉണ്ടായിരുന്നു. അത് പിന്നെ കയറി അറ്റൻഡ് ചെയ്തു. ഒരു വർഷം ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രിയുടെ ലാസ്റ്റ് സെമ്മിന്റെ വൈവയാണ് നടക്കുന്നത്. അങ്ങനെ എന്റെ വൈവ എല്ലാം കഴിഞ്ഞു. ഹോട്ടലിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, അതെല്ലാം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു യൂണിഫോം ഇനി ഇടൂലെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഒന്നുകൂടെ ഇടേണ്ടി വന്നു. ഇതാണ് നമ്മുടെ ലാസ്റ്റ് യൂണിഫോം നമ്മൾ ഇടുന്നത്. ക്ലാസ്സിൽ കുറച്ച് നേരം ഇരുന്ന ശേഷം നമ്മുടെ ഒരു ജൂനിയർ പയ്യനൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളെ കൂട്ടുകാരനും അടുത്തുണ്ടായിരുന്നു. പറഞ്ഞ വഴിക്ക് നമ്മളെ കുഞ്ഞു ഷോപ്പ് ഇട്ട പോലെ വേറൊരാൾ ഇവിടെ സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. നെടുമങ്ങാട് പുത്തമ്പാലം കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇടത് സൈഡിൽ ഈ ഒരു ഷോപ്പ് കാണും. നിങ്ങൾ ആ വഴി പോകുമ്പോൾ കയറാൻ പറ്റും, കയറിയിരിക്കണേ. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയില്ലേ ഇട്ടേക്കുന്നത്. നമ്മൾ പമ്പിൽ കയറി എണ്ണ അടിക്കാൻ കയറി. എന്റെ ഷോപ്പിൽ ആദ്യത്തെ ലാഭം വെച്ച് തന്നെ ഞാൻ പെട്രോൾ അടിക്കാൻ പോയാൽ എന്നെ അടിച്ചിടും. കാരണം ഈ വണ്ടി ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും സാധനങ്ങളൊന്നും കൊണ്ടുപോകാനോ ഒന്നിനും പറ്റത്തില്ല. പിന്നെ വണ്ടിക്ക് എയർ കുറവുണ്ട്. എയർ അടിച്ചിട്ട് നേരെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയ്ക്ക്. ഇവിടെ നല്ല കച്ചവടമായിരുന്നു. ഇപ്പൊ ഗ്യാസ് ആൻഡ് ടിഷ്യൂ കൊണ്ട് പകുതി ആൾക്കാരെ വരുന്നുള്ളതാണ് ഈ ചേട്ടൻ പറഞ്ഞത്. ഒരു കുറ്റിക്ക് ഇപ്പൊ 3500 ആണ്. പുള്ളിക്കാരന്റെ കടയിൽ ചായയും കടിയും എല്ലാം 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പുള്ളിക്കാർക്ക് നഷ്ടമുണ്ട്, എന്നാലും കുഴപ്പമില്ലെന്നാ പറയുന്നത്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ വെമ്പായം ജംഗ്ഷൻ എത്തിയിട്ട് നേരെ നെടുമങ്ങാട് പോണ റൂട്ട് തൊട്ട് സൈഡിൽ തന്നെ ഈ തട്ടുകട കാണും. പറ്റുമെങ്കിൽ കയറി ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോണേ. ഞാൻ നേരെ ഒരു ചായ ഒരു കടിയും കഴിച്ചായിരുന്നു. ഒരുപാട് താമസിച്ചാണ് എനിക്ക് എക്സാം കഴിഞ്ഞത്. അതുകൊണ്ട് ഷോപ്പ് തുറക്കാൻ പറ്റില്ല. ഷോപ്പ് തുറക്കുമെന്ന് ഉറപ്പിച്ചാണ് ഞാൻ വന്നത്. വന്ന 10 പേരെടുത്ത് എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, സോറി. ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ കണ്ട് എല്ലാവരും വരുന്നുണ്ട്. എന്തായാലും 11 മണിക്ക് ഓപ്പൺ ആക്കും. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.